എങ്ങനെയുണ്ടായിരുന്നു തൊട്ടാവാടിയെ കുറിച്ചുള്ള പാട്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഈ പാട്ട് കൂട്ടുകാരും സ്കൂളിൽ പോയി നിങ്ങളുടെ കൂട്ടുകാർക്കും പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. നിനക്ക് ഇഷ്ടമായോടി കുരുവി പെണ്ണെ പുതിയ പാട്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുഞ്ഞി. എന്ത് നല്ല പാട്ടാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കഥയാണ്. അത്യാഗ്രഹിയായ ഒരു കടുവയുടെ കഥ. അവന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ച ഒരു മണ്ടത്തരം നമുക്ക് ഈ കഥയിലൂടെ കേൾക്കാം. പണ്ടൊരു കാട്ടിൽ ഒരു കടുവയുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ വിശന്ന് തളർന്ന് നടന്നു വരികയായിരുന്നു. കടുവച്ചാരുടെ വരവറിയാതെ പാവം നമ്മുടെ മുയൽ കുട്ടൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ കടുവ ഉറങ്ങിക്കിടന്ന മുയലിനെ കണ്ട് സന്തോഷവാനായി. ആഹാ, ഇന്നത്തെ ആഹാരത്തിനുള്ള വകയെ ഒറ്റയടിക്ക് ഇവന്റെ കഥ കഴിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി അടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കലമാൻ നടന്നു വരുന്നത് കടുവച്ചാർ കണ്ടു. ആഹാ, കൊള്ളാമല്ലോ. ഇവനെക്കാളും കുറച്ചുകൂടി നല്ല ഭക്ഷണം അതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദ്യം അവനെ പോയി അകത്താക്കിയിട്ട് വരാം, എന്നിട്ട് ഇവനെയും അകത്താക്കാം. കടുവച്ചാർ ഉടൻ തന്നെ കലമാനിന്റെ പുറകെ കുതിച്ചു. ഈ ശബ്ദം കേട്ട മുയൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. അവൻ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആനിന്റെ പുറകെ കുറെ നേരം ഓടിയെങ്കിലും അവനെ പിടിക്കാൻ കടുവച്ചാർക്ക് കഴിഞ്ഞില്ല. തളർന്ന അവശനായ കടുവ തിരിച്ചെത്തി. വയ്യ, ഒരു കാര്യം ചെയ്യാം, ആദ്യം കണ്ട മുയലിനെ തന്നെ പോയി അകത്താക്കാം. ഇതും പറഞ്ഞ് മുയൽ കിടന്ന സ്ഥലത്തെത്തിയ കടുവ നാണിച്ചു പോയി. മുയൽ അവിടെ ഇല്ല. അയ്യേ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞിട്ടാണല്ലോ ഞാൻ മറ്റൊന്നിനു വേണ്ടി ഓടിയത്. അവസാനം അതും ഇല്ലാതായി. കടുവയ്ക്ക് ഖേദം തോന്നി. അവൻ നാണിച്ച് തല താഴ്ത്തി അവിടെ നിന്നും നടന്നകന്നു. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? കടുവയുടെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഉള്ളതും കൂടി കിട്ടാതെ പോയത്. അവൻ അത്യാഗ്രഹം കാണിക്കാതെ കിട്ടിയതും കൊണ്ട് പോയെങ്കിൽ അവൻ ഈ ഗതി വരുമായിരുന്നു. അതുകൊണ്ട് എന്റെ കൂട്ടുകാർ കടുവ കാണിച്ചതുപോലെ ഒന്നിനോടും അത്യാഗ്രഹം കാട്ടാൻ പാടില്ല. പാവം കടുവച്ച. ഏതായാലും നമ്മുടെ മുയലച്ഛനും മാൻകുട്ടനും രക്ഷപ്പെട്ടല്ലോ. എനിക്കത് മതി.